ഇന്ത്യ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. റിപ്പബ്ലിക് ഡേയുടെ തന്നെ പ്രധാന ആകർഷണമാണ് റിപ്പബ്ലിക് ഡേ പരേഡ്. DRDO വികസിപ്പിച്ച പ്രളയ് മിസൈൽ പരേഡിൽ പ്രദർശിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് ആദ്യമായാണ് പ്രളയ് മിസൈൽ പരേഡിന്റെ ഭാഗമാകുന്നത്. ആണവായുധങ്ങൾ വഹിക്കാവുന്നതും കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്നതുമായ പ്രളയ് മിസൈൽ ആദ്യമായാണ് പരേഡിന്റെ ഭാഗമാകുന്നത്. 380 മുതൽ 500 കിലോമീറ്റർ ഷോർട്ട് റേഞ്ചുള്ള മിസൈലാണിത്. 2023 പ്രളയ് സൈന്യത്തിന്റെ ഭാഗമായത്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ തദ്ദേശീയ കുതിപ്പേറുന്നതിന്റെ മികച്ച ഉദാഹരണമായ പ്രളയ് മിസൈലിന് 500 മുതൽ 1000 കിലോമീറ്റർ പേലോഡ് ശേഷിയുമുണ്ട്. ഇന്ത്യയുടെ സൈനിക ശക്തി പ്രകടമാകുന്ന ബ്രഹ്മോസ് മിസൈൽ, മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ, T-90 ടാങ്കുകൾ, നാഗ് മിസൈലുകൾ എന്നിവയും റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കും. 5000 നാടോടി ഗോത്ര കലാകാരന്മാർ അണിനിരക്കുന്ന കലാരൂപങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കും. 2023 പ്രളയ് മിസൈൽ സൈന്യത്തിന്റെ ഭാഗമായത്. കരസേനയുടെ മോട്ടോർ സൈക്കിൾ റാലിയായിരിക്കും ഇത്തവണത്തെ മറ്റൊരു പ്രധാന ആകർഷണമായി റിപ്പബ്ലിക് ഡേയിൽ ഉണ്ടാവുക. ഡെയർ ഡെവിൾസ് എന്ന പേരുള്ള സംഘം 20.4 അടി ഉയരത്തിൽ പിരമിഡ് തീർത്ത് ലോക റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രളയ് മിസൈലുകൾ പൊതുജനങ്ങൾക്കും കാണാൻ റിപ്പബ്ലിക് ദിന പരേഡിൽ അവസരമൊരുങ്ങും. അതേസമയം അപകടങ്ങളെ തുടർന്ന് നിലനിർത്തിയ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ ഉണ്ടാവില്ല. എന്നാൽ മറ്റ് 39 വിമാനങ്ങൾ ഫ്ലൈ പാസ്റ്റിൽ പങ്കെടുക്കുമെന്നും പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. 2015 പ്രളയ് മിസൈലിന്റെ വികസന ഘട്ടം തുടങ്ങിയത്. ആവശ്യമായ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാൻ 4 വർഷമാണ് എടുത്തത്. മിസൈൽ കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് DRDO തന്നെ 4 പരീക്ഷണങ്ങൾ നടത്തി. 2020-2021 ചൈന ഇന്ത്യ ഏറ്റുമുട്ടലുകൾ കണക്കിലെടുത്ത് 2022 ഡിസംബറിൽ ഇന്ത്യൻ സായുധ സേന പ്രളയ് മിസൈൽ ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം മുന്നോട്ടുവച്ചു. തുടർന്ന് ഡിസംബർ 25 പ്രതിരോധ മന്ത്രാലയം 120 മിസൈലുകളുടെ ഓർഡർ അനുവദിച്ചിരുന്നു. ഇതിന് പുറമെയാണ് 250 മിസൈലുകൾ കൂടി വാങ്ങാൻ പോകുന്നത്. 250 പ്രളയ് ബാലിസ്റ്റിക് മിസൈലുകൾക്കായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നായിരുന്നു അന്ന് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിരുന്നത്. ഇതിപ്പോൾ സേനയുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. വടക്കൻ അതിർത്തികളിലെ സേനയുടെ ശേഷി ശക്തിപ്പെടുത്താൻ ഇത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പ്രളയ് ബാലിസ്റ്റിക് മിസൈലുകൾ തന്ത്രപരമായ ദൌത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് സർക്കാർ നേരത്തെ അനുമതി നൽകിയിരുന്നു. 150 മുതൽ 500 കിലോമീറ്റർ പരിധിയുള്ള ടാർഗറ്റുകൾ വരെ ആക്രമിക്കാൻ ശേഷിയുള്ള ആയുധമാണ് പ്രളയ് മിസൈൽ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ തന്നെ മിസൈലുകൾ ഇപ്പോൾ വൻതോതിൽ നിർമ്മിക്കപ്പെടുമെന്നും സമീപഭാവിയിൽ പ്രവർത്തനങ്ങൾ സജ്ജമാകുമെന്നുമാണ് അധികൃതർ പറയുന്നത്. 2021 ഡിസംബറിൽ തുടർച്ചയായി 2 ദിവസങ്ങളിലായി 2 തവണ പ്രളയ് മിസൈൽ വിജയകരമായി തന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. അന്നു മുതൽ അത് സേനയുടെ ഭാഗമാക്കുന്നതിനും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ വിന്യസിക്കുന്നതിനുമായി സൈന്യം പ്രവർത്തിച്ചിരുന്നു. അതിന്റെ വിജയമെന്നോണമാണ് പ്രളയ് മിസൈൽ ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗമായത്. 500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പ്രളയ് മിസൈൽ സോളിഡ് പ്രൊപ്പല്ലന്റ് റോക്കറ്റ് മോട്ടോറും മറ്റ് നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായി ലക്ഷ്യം തകർത്ത മിസൈലിന്റെ ആദ്യ പരീക്ഷണം തന്നെ പൂർണ്ണ വിജയമായിരുന്നു. 350 മുതൽ 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിന് 500 മുതൽ 1000 കിലോ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. മിസൈൽ വികസിപ്പിക്കാൻ പ്രയത്നിച്ച DRDO ഉദ്യോഗസ്ഥരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അന്ന് പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.